نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه യെസ് ഗൈസ്, എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട 4ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട LSS എഴുത പ്രിയപ്പെട്ട ചക്രമൊക്കെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് LSSന്റെ EVSന്റെ ഫുൾ ചാപ്റ്റർ. യെസ് ഗൈസ്, നിങ്ങളിപ്പോ പഠിച്ച് സെറ്റ് ആയത് LSS പരീക്ഷ എഴുതാൻ വേണ്ടി റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനു മുന്നേ എന്നെ കണ്ടിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ടാവും. യെസ് ഗൈസ്, കണ്ടോ, കൈമേൽ ഓരോ കെട്ടുകളുണ്ട്, കൈമേൽ ഓരോ ബാൻഡേജുകളുണ്ട്, അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യായിരുന്നു, ചെറുതായിട്ടൊന്ന് റെസ്റ്റിലായിരുന്നു. എന്ത് തന്നെയാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് അറിയാം. യെസ് ഗൈസ്, നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് എറിഞ്ഞു തന്നിട്ടുണ്ട്. ഇല്ല ഗൈസ്, 30ഓളം പാർട്ടുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിന്റെ PDF-കൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് പഠിക്കാനുള്ള സമയമല്ല, ഇനി നമുക്ക് എന്തിനുള്ള സമയമാണ്? പിന്നെ ഇയാൾ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്തിനാണ് പഠിച്ചത്? നമുക്ക് ഓർത്തു നോക്കാനുള്ള സമയമാണ് ഗൈസ്. പഠിച്ചത് നമ്മൾ ഓർത്തു നോക്കാനുള്ള സമയമാണ്. ഓരോരോ കാര്യങ്ങളും ഓരോന്നും EVS ആയാലും മലയാളമായാലും GK ആയാലും ഇംഗ്ലീഷ് ആയാലും മാത്സ് ആയാലും ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്തു നോക്കുകയാണ് ഗൈസ്, ഓർത്തു നോക്കുകയാണ്. നിങ്ങൾ സെറ്റാണോ, റെഡിയാണോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഗൈസ്, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് തരികയാണ്. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്, അല്ലാണ്ട് ഞാൻ എവിടുന്നോ ആകാശത്തുനിന്നോ ഇവിടുന്നോ പറിച്ചു വന്ന ചോദ്യങ്ങൾ ചോദിക്കുകയല്ല ഗൈസ്. ഓക്കെ, റെഡിയാണോ, സെറ്റാണോ? അപ്പൊ നമ്മളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ പോവാ, ഗോ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് അവർ വീഡിയോ പ്ലീസ് ഗൈസ്. സെറ്റ്. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ EVS-ൽ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് EVS-ൽ ജയിക്കാനുള്ള മാർക്ക് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കും ഗൈസ്. നമ്മൾ പോവുകയാണ് എല്ലാ ചാപ്റ്ററിലൂടെയും, നിങ്ങളുടെ EVS-ലെ നിങ്ങളുടെ പരിസര പഠനത്തിലെ എല്ലാ ചാപ്റ്ററിലൂടെയും. പ്രിയപ്പെട്ട ചക്രമക്കളെ നമ്മൾ പോവുകയാണ്. റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ, സെറ്റാണോ? യെസ് ഗൈസ്, അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം എന്താണ് ഗൈസ്? ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ്? ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ്? നമുക്ക് എഴുതി കൊടുക്കാം, അത് ഏതാണ്? കാവുകളാണ് എന്ന് എഴുതി കൊടുക്കാം. ഏതാണ് ഗൈസ്? കാവുകളാണ് എന്ന് എഴുതി കൊടുക്കാം. ഏതാണ്? കാവുകൾ അല്ലെ, കാവുകൾ എന്ന് എഴുതി കൊടുക്കാം. യെസ് ഗൈസ്, ഓക്സിജൻ പാർലർ നമുക്കറിയാം, ഓക്സിജൻ പാർലറാണ്. ഐസ്ക്രീം പാർലർ, ബ്യൂട്ടി പാർലർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് ഏതാണ്? കാവുകളാണ് ഗൈസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മൾ ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായി ഘടകങ്ങൾ ഉൾപ്പെടുന്നതിന് പറയുന്ന പേരാണ്. അതായത് ഒരു പ്രത്യേക ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായി ഘടകങ്ങൾ ഉൾപ്പെടുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ആവാസ വ്യവസ്ഥ. അല്ലെ, ഇക്കോസിസ്റ്റം ഒക്കെ നമുക്കറിയാം. ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെടുന്നതിന് പറയുന്ന പേരാണ് എന്ത്? ആവാസ വ്യവസ്ഥ ഗൈസ്, ആവാസ വ്യവസ്ഥ. ഓക്കെ, യെസ് ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. ഭൂമിയിലെ എല്ലാ ഊർജത്തിന്റെയും ഉറവിടമായ ഒരു അജീവിയ ഘടകം ഏതാണ്? സൂര്യപ്രകാശമാണ്. അത് ഏതാണത്? നമുക്ക് എഴുതി കൊടുക്കാം. അത് ഏതാണത്? സൂര്യനാണ്, അല്ലെങ്കിൽ സൂര്യപ്രകാശമാണ് അല്ലെ. ഭൂമിയിലെ എല്ലാ സകലമാന ഊർജത്തിന്റെയും ഉറവിടമായ ഒരു അജീവിയ ഘടകമാണ് ഏത്? സൂര്യൻ അല്ലെങ്കിൽ സൂര്യപ്രകാശം എന്ന് എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. തിമിംഗലം, സാലമാണ്ടർ, ന്യൂട്ട്, സിസിനി അല്ലെ, ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? നമുക്ക് എഴുതി കൊടുക്കാം. അതിലേതാണ്?
ഏതാ? തിമിംഗലമാണ് അല്ലെ, തിമിംഗലമാണ് അതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. അടുത്ത ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് അല്ലെ. സൂര്യപ്രകാശമില്ലാതെ സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കാൻ കഴിയുകയില്ല. ഒന്നാമത്തത് എന്താ വരുന്നത്? സൂര്യപ്രകാശമില്ലാതെ സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. കാരണം സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ സസ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ആഹാരം നിർമ്മിക്കാൻ വേണ്ടി പറ്റൂ. അത് ശരിയാണ്. ചർമ്മബന്ധിതമായ വിരലുകൾ താറാവിന് വെള്ളത്തിൽ നീന്താൻ സഹായിക്കുന്നു. അതും ശരിയായ പ്രസ്താവനയാണ് അല്ലേ. ചർമ്മബന്ധിതമായ വിരലുകൾ അല്ലേ, താറാവിന്റെ ചർമ്മബന്ധിതമായ വിരലുകളാണ് താറാവിനെ വെള്ളത്തിൽ കൂടെ എന്ത് ചെയ്യാൻ സഹായിക്കുന്നത്? നീന്താൻ വേണ്ടി സഹായിക്കുന്നത്. ആണോ? ആണ്. അടുത്തത്, ഉരസ്സിലെ ശൽക്കങ്ങൾ കരയിൽ സഞ്ചരിക്കാൻ അനുകൂലമായ ജീവിയാണ് നീർക്കോലി. ആണ്. ഉരസ്സിലുള്ള ശൽക്കങ്ങൾ അതിന് കരയിൽ കൂടെ ജീവിക്കാൻ ഒരു പിടുത്തം കിട്ടും. അതിങ്ങനെ കിരികിരി എന്ന് പറഞ്ഞ് നീങ്ങി പോകുമ്പോ അല്ലെ, അതിനെ സഹായിക്കുന്ന അനുകൂലമായ ജീവിയാണ് ഏത്? നീർക്കോലി. അടുത്തതോ, അപ്പൊ ഈ 3 ശരിയായ, 4 തെറ്റായിരിക്കും. അപ്പൊ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? പറയൂ ഗായ്സ്. കീടനാശിനികൾ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണം ചെയ്യും. കീടനാശിനികളെ ഉപയോഗിച്ച് കീടങ്ങളെ നശിപ്പിക്കുന്നത് പരിസ്ഥിതിക്ക് ഗുണമാണോ ചെയ്യുക അല്ലെങ്കിൽ ദോഷമാണോ ചെയ്യുക? എന്താണ് ചെയ്യുക ഗൈസ്? പറയൂ, എന്താ ചെയ്യുക? പരിസ്ഥിതിക്ക് അത് ഗുണമല്ല ചെയ്യുക, പരിസ്ഥിതിക്ക് അത് മോശമാണ് ചെയ്യുക. ഇല്ല ഗൈസ്, തെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് ഗൈസ്. നോക്കൂ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തയിൽ ഉഭയജീവി സവിശേഷതയല്ലാത്തത് ഏതാണ്? ജലത്തിൽ മുട്ടയിടുന്നു, ത്വക്കിലൂടെ ശ്വസിക്കുന്നു. അതേപോലെ തന്നെ അടുത്തത്, നട്ടലില്ല, കേൾവി ശക്തിയുണ്ട്. താഴെ കൊടുത്തതിൽ ഉഭയജീവി സവിശേഷതയല്ലാത്തത് ഏത്? താഴെ കൊടുത്തതിൽ ഉഭയജീവി അല്ലെ. ഉഭയജീവി, ഒരുപാട് ഉഭയജീവികളെ പറ്റി നമുക്കറിയാം, നമുക്കറിഞ്ഞൂടെ? നമുക്ക് പഠിക്കണം ഇല്ലേ? അറിഞ്ഞൂടെ? അതൊക്കെ നമുക്കറിയാം, അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്, അതൊന്നും മറന്നു പോകാൻ പാടില്ല. താഴെ കൊടുത്തതിൽ ഉഭയജീവി സവിശേഷതയല്ലാത്തത് എന്ത്? ജലത്തിൽ മുട്ടയിടുന്നു, ത്വക്കിലൂടെ ശ്വസിക്കുന്നു, നട്ടലില്ല, കേൾവി ശക്തിയുണ്ട്. സവിശേഷതയല്ലാത്തത് ഏതാണിത്? നട്ടലില്ല. യെസ് ഗൈസ്, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? പറയൂ ഗൈസ്, എന്താണ്? നിങ്ങൾക്കറിയാം, കമന്റുകൾ നിങ്ങൾക്ക് ഇടാട്ടോ. അതാണ് കമന്റുകൾ. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് താഴെ എന്ത് ചെയ്യാം? കമന്റുകൾ ഇങ്ങനെ വാരി വെതറാം. കമന്റുകൾ ചിലപ്പോ യൂട്യൂബിന് ഒരു പരിപാടി ഉണ്ട്. കാരണം നമ്മൾ 4ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ കിഡ്സ് ആണ് നമ്മളില്ലേ, കിഡ്സ് ആണ്, 18 വയസ്സ് തികയാത്ത കുട്ടികളാണ് നമ്മളില്ലേ. അപ്പോൾ നമുക്കുള്ള ഈ വീഡിയോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവർ എന്ത് ചെയ്യും? മെയ്ഡ് ഫോർ കിഡ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ പെടുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കമന്റ് ചെയ്യാത്ത രൂപത്തിലേക്ക് നമ്മളെ അങ്ങോട്ട് മാറ്റിക്കളയും. അങ്ങനെ ചെയ്യും. ഞാൻ ചിലപ്പോൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങളോട് കമന്റ് ചെയ്യുന്ന പറയും. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് കമന്റ് ചെയ്യാൻ പറ്റില്ല. എന്താ മെയ്ഡ് ഫോർ കിഡ്സ്, അതാക്കി കളയും. ഓക്കെ യെസ് ഗൈസ്, അപ്പൊ നമ്മൾ പേടിയുണ്ടോ ഗൈസ്? പേടിയുണ്ടോ? നാളെ അല്ല, മറ്റന്നാൾ പരീക്ഷ എഴുതാൻ പോകുന്ന LSSന്റെ 4ാം ക്ലാസ്സിലെ ചക്കര പ്രിയപ്പെട്ട പടപ്പോരാളികളെ, നിങ്ങൾക്ക് പേടിയുണ്ടോ? നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നിങ്ങൾ എന്തിനു പേടിക്കുകയാണ്? ഇത്രയും കാലം നിങ്ങൾ പഠിച്ച, നിങ്ങൾ തലയിൽ കയറ്റി വെച്ച സാധനം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ പോകുന്ന ഒരു ദിവസമാണ് എന്ന് പറയുന്നത്. മറ്റന്നാളത്തെ 27ാമത്തെ 10 മണി സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ പോകുന്ന സമയമാണ്. ആണോ? അതെ, നിങ്ങളുടെ സ്വപ്നം പൂവണിയാൻ പോകുന്ന സമയമാണ്. ആ സമയത്തിന് വേണ്ടിയിട്ട് ഓരോ മിനിറ്റുകളും ഓരോ സെക്കൻഡുകളും എണ്ണി കാത്തിരിക്കുകയാണ്. നിങ്ങൾ കാത്തിരിക്കുന്നില്ലേ? നിങ്ങളെ കാണാൻ വലിയ കാത്തിരിപ്പായിരിക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ ഉപ്പ ഉമ്മ, നിങ്ങളുടെ അച്ഛനമ്മ, നിങ്ങളുടെ ടീച്ചർമാർക്ക് ഏറ്റവും വലിയ. അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ കൈകളിലാണ് അല്ലേ. അവർക്ക് പോയിട്ട് എഴുതാൻ വേണ്ടി പറ്റുമോ? അവർക്ക് നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി തരാം, അവർക്ക് പോയി പരീക്ഷ എഴുതാൻ പറ്റും. പരീക്ഷ നമ്മൾ തന്നെ പോയി എഴുതണം അല്ലേ. അതുകൊണ്ട് ഇത്രയും ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, പേടിയുണ്ടോ? പേടിയുടെ ഒരു ആവശ്യവും വേണ്ട. നമ്മൾ കാത്തിരുന്ന ദിവസം വന്നെത്തുകയാണ്. ഇനി എന്ത് തന്നെയായാലും അത് നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ അല്ലെ. ആ ഒരു സംഭവം, ആ ഒരു പരീക്ഷ നമ്മൾ എഴുതിയേ പറ്റൂ. അത് നമ്മൾ എഴുതിയിരിക്കും, നമ്മൾ വിജയിച്ചിരിക്കും, നമ്മൾ ടോപ്പർ ആയിരിക്കും, നമുക്ക് LSS കിട്ടിയിരിക്കും, അത് ഉറപ്പാണ്. അതിലൊരാൾക്കും ഒരു സംശയവും വേണ്ട ഗൈസ്. നിങ്ങൾ ചോട്ടപ്പെട്ടെ പോയിട്ട് എഴുതിയിട്ട് വാടാ പരീക്ഷ, എഴുതിയിട്ട് വാ. പരീക്ഷ എഴുതി വന്നിട്ട് എൻ്റെ കമന്റ്, എൻ്റെ വീഡിയോയുടെ താഴെ
താഴെ കമന്റ് ചെയ്യണം. നിങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ, എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും, എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യും. നിങ്ങളൊക്കെ ഓരോ കമന്റിന് വേണ്ടിയിട്ടും ഞാൻ കാത്തിരിക്കും ഗൈസ്. വേർത്തു പോകും ഗൈസ്. റെഡി? അപ്പൊ വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന ആരോ വിളിക്കല്ലടാ. ഈ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വിളിക്കല്ലേ ഗൈസ്. വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ്, ഇതൊക്കെ നമുക്കറിയാം, എന്താണ്? ബീജമൂലം അല്ലെ? വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ബീജമൂലം എന്ന് പറയുന്നത്. വിത്ത് മുളച്ച് പുറത്തു വരുന്ന ഭാഗം എന്തായി തീരുന്നു? അതായത് വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗമാണ് ബീജമൂലം. പിന്നെ പുറത്തു വരുന്ന ഭാഗം എന്തായിത്തീരുന്നു? വേരായിത്തീരുന്നു. എന്തായിത്തീരുന്നു? വിത്ത് മുളച്ച് പുറത്തു വരുന്ന ഭാഗം എന്തായിത്തീരുന്നു? വേരായിത്തീരുന്നു. പിന്നെയോ ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ബീജശീർഷം അല്ലെ? ചെടിയുടെ കാണ്ഡമായി തീരുന്നതും എന്താണ്? ഈ ബീജശീർഷം എന്ന് പറയുന്ന ഭാഗമാണ് അല്ലെ? ബീജശീർഷം. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വിത്ത് മുളച്ച് ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ബീജമൂലം. വിത്ത് മുളച്ച് പുറത്തു വരുന്ന ഭാഗം എന്തായിത്തീരുന്നു? വേരായി അത്. പിന്നെയോ ബീജമൂലത്തിന് ശേഷം മുളച്ചു വരുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് എന്ത്? ബീജശീർഷം എന്ന് പറയുന്നത്. ചെടിയുടെ കാണ്ഡമായി തീരുന്നത് ഏത് ഭാഗമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം, അത് ബീജശീർഷമാണ് എന്നുള്ളത് അല്ലെ? അടുത്തത്, വിത്ത് മുളക്കാൻ ആവശ്യമായ ആഹാരം സംഭരിച്ചു വെക്കുന്നത് ഏതിലാണ്? അതായത് വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം വേണ്ടേ? വിത്ത് മുളക്കാൻ ആഹാരം വേണം. ഇത് വിത്ത് മുളയ്ക്കാൻ അതിന് ആവശ്യമായിട്ടുള്ള ആഹാരം വേണം. അത് എവിടെയാണ്? ബീജപത്രത്തിലാണ്. എവിടെയാണത്? ബീജപത്രത്തിലാണ് വിത്ത് മുളയ്ക്കാനുള്ള ആഹാരം സംഭരിച്ചു വെക്കുന്നത്. എവിടെയാണ് ഗായ്സ്? ബീജപത്രത്തിലാണ്. സെറ്റാണോ? റെഡിയാണോ? ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ ഗായ്സ്? ചൂടെടുക്കുന്നു. തോട്ടം അപ്പൊ എവിടെയാ പറഞ്ഞത്? അടുത്തത്, വിത്തുകളുടെ പുറമെ കാണുന്ന കട്ടിയുള്ള ആവരണത്തിന് പറയുന്ന പേരാണ് എന്ത്? കട്ടിയുള്ള ആവരണം അല്ലെ? കവചം. അങ്ങനെ ഒരു വാക്ക് വിത്തുകളുടെ പുറമെ കാണുന്ന കട്ടിയുള്ള ആവരണത്തിന് പറയുന്ന പേരാണ് എന്ത്? ബീജകവചം. അങ്ങനെ തന്നെ അല്ലേ ഇതിന് പറയാ? യെസ്, ബീജകവചം അല്ലെ? കട്ടിയുള്ള ആവരണം. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് അത് എഴുതി കൊടുക്കാൻ പറ്റും. എന്താണ്? ഒരു കവചമാണ്. ഒരു കവചമാണ് അല്ലെ? ഒരു കവചമാണ്. എഴുതി കൊടുക്കാൻ ബീജകവചം എഴുതി കൊടുക്കാം. നമുക്ക് ഒന്നും പറയാനൊന്നുമില്ല. ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങാൻ കാരണം എന്താണ്? ചെടി വളരുന്നതിനനുസരിച്ച് ബീജകവചം ചുരുങ്ങാൻ ബീജപത്രം ചുരുങ്ങാൻ കാരണം എന്താണ്? അപ്പൊ എന്താ കാരണം? വിത്ത് മുളക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ എന്ത് ചെയ്യാണ്? ഇതിൽ നിന്ന് എടുക്കുകയാണ് അല്ലേ? ഇതിൽ നിന്ന് എടുക്കുന്നത് ബീജപത്രത്തിൽ നിന്ന് അല്ലേ? വിത്ത് മുളയ്ക്കാൻ ചെടി വളരുന്നതിനനുസരിച്ച് ബീജപത്രം ചുരുങ്ങി പോകുന്നു. എന്താ ചുരുങ്ങി പോകുന്നത്? എന്തുകൊണ്ടാ? കാരണം ചെടി വളരുന്നതിനനുസരിച്ച് ഈ ബീജപത്രത്തിൽ നിന്ന് എന്ത് ചെയ്യാണ്? ആഹാരം ഇങ്ങനെ എടുക്കുകയാണ്. അത് എടുത്തിട്ടാണ് ഈ ചങ്ങായി ഇങ്ങനെ വളരുന്നത്. അപ്പോ ഇതിൻ്റെ അകത്തുനിന്ന് സാധനം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോ സാധനം എന്ത് ചെയ്യും? ബീജപത്രം ചുരുങ്ങും അല്ലെ? അപ്പോ ബീജപത്രത്തിൽ നിന്ന് ചെടിക്ക് അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കാൻ ആവശ്യമായ ആഹാരം അത് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്വീകരിക്കുന്നത് മൂലം ഈ ബീജപത്രം എന്ത് ചെയ്യുന്നു? ചുരുങ്ങിപ്പോകുന്നു. അടുത്തത്, കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ടോ അല്ലെ? കാണ്ഡത്തിന്റെ ചുവട്ടിൽ നിന്ന് താഴോട്ട് വണ്ണമുള്ള ഒരു വേരും അതിൽ നിന്ന് കുറെ ശാഖകളും കാണപ്പെടുന്ന വണ്ണമുള്ള വേര് അതിൽ നിന്ന് കുറെ ശാഖകളും കാണപ്പെടുന്ന ഈ വേര് പടലത്തിന് പറയുന്ന പേര് എന്താണ്? തായ് വേര് പടലം. പിന്നെയോ വേറെന്താവുന്നുള്ളത്? പിന്നെ ഈ സാധനമുള്ളത് ഇല്ലേ? ഇതെന്താ? നാരുവേര് പടലം അല്ലെ? തായ് വേര് പടലവും ഉണ്ട്, നാരുവേര് പടലവും ഉണ്ട് അല്ലെ? അപ്പൊ ഇതില് തായ് വേര് പടലം, നാരുവേര് പടലം, ജാലികാ ശിരാവിന്യാസം എന്താണ്? സമാന്തര ശിരാവിന്യാസം എന്താണ്? അതുപോലെ തന്നെ ഏകബീജപത്ര സസ്യങ്ങൾ ഏതൊക്കെയാണ്? ദ്വിബീജപത്ര സസ്യങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളത് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ് ഗൈസ്. വല്ലതും അറിയാവോ? എഴുതണം കേട്ടാ പോയിട്ട്. യെസ് ഗൈസ്, നേരെ പോവുകയാണ് പയർമണിയിൽ എത്ര ബീജപത്രങ്ങളുണ്ട്? അങ്ങനെയൊക്കെ ചോദിക്കാം. രണ്ട് എന്ന് എഴുതി കൊടുക്കാം. നെന്മണിയിൽ എത്ര ബീജപത്ര സസ്യങ്ങളുണ്ട്? എത്ര ബീജപത്രങ്ങളുണ്ട്? 1.
ഒരു ബീജപത്രം മാത്രമുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഏകബീജപത്ര സസ്യം അല്ലേ? ഒരു ബീജപത്രമുള്ള സസ്യങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഏകബീജപത്ര സസ്യം. പിന്നെയോ മറ്റേത് ദ്വിബീജപത്ര സസ്യം, അങ്ങനെയൊക്കെ പറയും നമ്മൾ ഇല്ലേ. യെസ് ഗൈസ്, തായ്വേര് പടലമുള്ള സസ്യങ്ങളിലെ ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണ്? എണ്ണം എത്രയാണ്? 2. തായ്വേര് പടലമുള്ള സസ്യങ്ങളിലെ ബീജപത്രങ്ങളുടെ എണ്ണം എത്രയാണ്? ഞണ്ടല്ല കേട്ടോ, 2. ഓക്കെ, റെഡി. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. രണ്ടാമത്തതല്ല, മൂന്നാമത്തെ ചോദ്യമാണല്ലോ. റെഡി. യെസ് ഗൈസ്, തെങ്ങോല, മുളയില എന്നിവ നെടുകെ കീറിയെടുക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? അതായത് തെങ്ങോലയും മുളയിലയൊക്കെ നമ്മളിങ്ങനെ കീറിയാൽ, ഇങ്ങനെ പറഞ്ഞ് കീറിയാൽ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ നടുപ്പളർപ്പായിട്ട് വരാനുള്ള കാരണം എന്താണ് ഗൈസ്? എന്താണ് ആ കാരണം? സമാന്തര ശിരാവിന്യാസമായതിനാൽ. ഏതായതിനാൽ? സമാന്തര ശിരാവിന്യാസമായതിനാലാണ് അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? നമുക്ക് നല്ല വൃത്തിയിൽ അത് അങ്ങോട്ട് കീറിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. മറ്റേ ഇലയൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ജാലികാ ശിരാവിന്യാസത്തിലുള്ള ഇലകളൊന്നും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മക്കളെ, ഇങ്ങനെ കീറിയെടുക്കാൻ വേണ്ടി പറ്റില്ല. സമാന്തര ശിരാവിന്യാസമായതിനാലാണ് അതിന്റെ ഇലകൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഇങ്ങനെ കീറിയെടുക്കാൻ വേണ്ടി പറ്റുന്നത്. വേരും ഇലയും അതൊക്കെ കണക്ട് ചെയ്ത് നമ്മളൊരു പട്ടിക പഠിച്ചിട്ടുണ്ട്. ഇത് പേരാണെങ്കിൽ ഈ വിന്യാസമായിരിക്കും, ഈ വിന്യാസമാണെങ്കിൽ ഇതിന് ഇതായിരിക്കും, ഇതിന് ഉദായിരിക്കും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ സാധനം ഓർമ്മ വേണം. ഇല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ മുമ്പത്തെ ക്ലാസ് എടുത്ത് നോക്കണം. യെസ് ഗൈസ്, പോവുകയാണ്. അടുത്തത് റെഡി. യെസ്, അപ്പോൾ സമയം കുറച്ച് കൂടുതലായിട്ട് പോകുന്നുണ്ട്. എന്തായാലും സമയം എത്ര കൂടുതലായി പോയാലും ഈ ക്ലാസ് കഴിഞ്ഞിട്ടേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. കാരണം ഇത് നിങ്ങൾ കണ്ട കാര്യങ്ങളായിരിക്കും, പഠിച്ച കാര്യങ്ങളായിരിക്കും. പക്ഷെ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ കുത്തനെ നിന്നിട്ട് എന്തൊക്കെയോ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ ചെവിൻ്റെ ഉള്ളിലേക്ക് അത് കയറിയിട്ട് തലച്ചോറിനുള്ളിലേക്ക് അത് തറച്ചു നിൽക്കും. നിങ്ങൾ പഠിച്ച കാര്യമാണെങ്കിൽ. പഠിച്ചിട്ടില്ലെങ്കിൽ ചെങ്ങായി പറയുന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, പഠിക്കാൻ നോക്കും. അങ്ങനെയാണ് ഉണ്ടാകുക. ഓക്കെ, റെഡി. അപ്പൊ നേരെ നമ്മൾ പോവുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക്. നമ്മൾ ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നതും അവസാനമായി പോയതുമായ വിദേശ ശക്തികളാണ് ആര്? പോർച്ചുഗീസുകാർ. ആരാണ്? ഒരു ഇന്ത്യയിലേക്ക് ആദ്യമായി വന്നതും അവസാനമായിട്ട് തിരിച്ചു പോയതുമായ വിദേശ ശക്തികളാണ് ആര്? പോർച്ചുഗീസുകാർ. ഇന്ത്യയിലേക്ക് ആദ്യമായി കപ്പൽ മാർഗം എത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ. യെസ് ഗൈസ്, യെസ്. ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം 1498 നമുക്ക് എഴുതി കൊടുക്കാം. ഏത് വർഷമാണ്? 1498. ഓക്കെ, റെഡി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആണ് ആര്? സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് ആണ് ആര്? സരോജിനി നായിഡു. ആരാണ് ഗായ്സ്? സരോജിനി നായിഡു. അടുത്തത് സാരേ ജഹാം സെ ഹച്ച എന്ന ദേശഭക്തി ഗാനം. സാരേ ജഹാം സെ ഹച്ച മുഹമ്മദ് ഇഖ്ബാൽ. നമുക്ക് ഓർമ്മ വരണം ആരുടെ വരികളാണ്? ദേശഭക്തി ഗാനം സാരേ ജഹാം സെ അച്ഛ എന്ന് പറയുന്ന ദേശഭക്തി ഗാനം രചിച്ച് മനോഹരമാണ് അല്ലേ? അപ്പൊ ഈ ഒരു നമ്മളുടെ ദേശഭക്തി ഗാനം രചിച്ചത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാം മഹാനായ ആരായിരുന്നു? മുഹമ്മദ് ഇഖ്ബാൽ ആയിരുന്നു എന്ന് എന്ത് ചെയ്യാം? നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്തതിലേക്ക് 20ാമത്തെ ലാൽ പാൽ ബാൽ എന്നീ പേരിൽ അറിയപ്പെടുന്ന നേതാക്കൾ ആരൊക്കെ? ലാൽ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത് ആരാണ്? പാൽ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്, നിങ്ങൾ പറയുന്ന പാൽ, ആ മിൽക്ക്, അതല്ല കേട്ടോ, അതല്ല. ലാൽ
പാൽ ബാൽ എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന നേതാക്കൾ ആരൊക്കെയാണ്? ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ് ആണ്. ആരാണ്? ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ് ആണ്. പാൽ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാലാണ്. അതേപോലെ തന്നെ ബാൽ എന്ന് പറഞ്ഞാൽ ബാലഗംഗാധര തിലകാണ്. അപ്പോ ലാൽ എന്ന് പറഞ്ഞാൽ ലാലാ ലജ്പത് റായ് ആണ്. അതേപോലെ തന്നെ പാൽ എന്ന് പറഞ്ഞാൽ ബിപിൻ ചന്ദ്രപാലാണ്. ബാൽ എന്ന് പറഞ്ഞാൽ ബാല ഗംഗാധര തിലകാണ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് എഴുതി കൊടുക്കാം ഗൈസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് 39 എന്നൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഗാന്ധിജിയുടെ സമരരീതി ഏതായിരുന്നു? ഏതൊരു പൊട്ടനോട് ചോദിച്ചു കഴിഞ്ഞാലും ഗാന്ധിജിന്റെ സമരരീതി ഒരു കവിള തടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറു കവിളം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന നമ്മുടെ മഹാത്മാഗാന്ധിജിയുടെ സമരരീതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് എഴുതാൻ വേണ്ടി കഴിയുമോ? കഴിയും. ഏതായിരുന്നു ആ സമരരീതി? അഹിംസ. ഏതായിരുന്നു? അഹിംസ എന്നതായിരുന്നു ആ സമരരീതി എന്ന് പറയുന്നത്. ഏതാണ് മക്കളെ? അഹിംസ എന്ന് പറയുന്നതാണ് ആ സമരരീതി. അടുത്തത്, ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏതാണ്? ചമ്പാരൻ. മറന്നു പോകാൻ പാടില്ല. ചോദ്യം നിങ്ങളോട് വെടിയുണ്ടകൾ പോലെ അമ്പ് പോലെ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഗാന്ധിജിയുടെ ജീവിതത്തിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഏത് എന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ് നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ മതി. ഏതാണ്? ചമ്പാരൻ സമരമാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം. അടുത്തത്, ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് എന്ത്? ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര് എന്ത്? ഝാൻസി റാണിയുടെ യഥാർത്ഥ പേരെന്ത്? റാണി ലക്ഷ്മിഭായ്. റാണി ലക്ഷ്മിഭായ്. അതാണോ ഝാൻസി റാണിയുടെ യഥാർത്ഥ പേര്? ആണോ റാണി ലക്ഷ്മിഭായ്? ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷമാണ് 1917 അല്ലേ? 1917 അത് നടന്നിട്ടുള്ളത്. യെസ് ഗൈസ്. അടുത്ത ചോദ്യത്തിലേക്ക്. അടുത്ത ചോദ്യം ഇനി പക്ഷികളെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. പക്ഷികളുടെ പാഠം അല്ലേ? അപ്പൊ നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ പാഠം പഠിച്ചു, ഇലകളുടെ പാഠം പഠിച്ചു, വയലും വനവും എന്ന് പറയുന്ന പാഠം പഠിച്ചു. ഇനി നമ്മൾ പോകുന്നത് പക്ഷികളുടെ പാഠം പഠിക്കാൻ വേണ്ടിയാണ്. അതായത് പക്ഷികളുടെ കൗതുക ലോകം എന്ന് പറയുന്ന ഒരു പാഠം നമുക്കുണ്ട്. ആ പാഠത്തിൽ കൂടെ പലതരം പക്ഷികളെ പറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? പലതരം പക്ഷികളെ പറ്റി പഠിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, ലോകത്തിലെ അല്ലെങ്കിൽ ഏറ്റവും വലിയ പക്ഷി ഏത് എന്നാണ്. അങ്ങനെയുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഒരു മാർക്ക് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചോദ്യം ചോദിക്കുന്ന ആൾ നിങ്ങളോട് എന്ത് ചെയ്യും? ചോദ്യം ചോദിക്കുന്ന ആൾ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ചോദ്യം ഉണ്ടാക്കുന്നത് ഒരുപാട് ആൾക്കാർ കുത്തിരുന്നിട്ടാ ചോദ്യം ഉണ്ടാക്കുക. എത്രങ്ങാനും ആൾക്കാരെ കുത്തിരുന്നിട്ടാ ചോദ്യം ഉണ്ടാക്കുന്ന മോനെ, എത്രങ്ങാനും ആൾക്കാർ കുത്തിരുന്നിട്ടാ ചോദ്യം ഉണ്ടാക്കുക. ഇത്ര ആൾക്കാർ കുത്തിരുന്നിട്ട് കിടിലം പോലെ ചോദ്യങ്ങൾ ഉണ്ടാക്കി മറ്റന്നാൾ വന്നിട്ട് വടിയായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ പടച്ചാട്ട വെച്ചിട്ട് കൊണ്ട് വെക്കട ഒരൊറ്റ വെടി പോലെ എന്റെ നെഞ്ചിന്റെ അകത്തെ കൊണ്ട് കേറൂല. ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റണം. യെസ്. അപ്പൊ ഏറ്റവും വലിയ പക്ഷി ഏത്? പക്ഷി ഏത് ചോദിച്ചാൽ എഴുതി കൊടുക്കാം. ഒട്ടകപ്പക്ഷിയാണ്. ഒട്ടകപ്പക്ഷിയെ തൊടാൻ വേണ്ടി അല്ലേ? അപ്പം ഏറ്റവും വലിയ പക്ഷി ഏത്? ഒട്ടകപ്പക്ഷിയാണ് ഗായ്സ്. ഏതാണ് ഒട്ടകപ്പക്ഷി? ഏറ്റവും വലിയ പക്ഷി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാം മതി. ഏതാണ്? ഒട്ടകപ്പക്ഷിയാണ് മോനെ, ഒട്ടകപ്പക്ഷിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. 5ാമത്തെ ചോദ്യം, കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ കഴിയുന്ന പക്ഷി ഏത്? നമ്മളെ കഴുത്തൊക്കെ നമുക്ക് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ വേണ്ടി പറ്റുമോ? പക്ഷേ ഈ കഴുത്ത് പൂർണ്ണ വൃത്തത്തിൽ തിരിക്കാൻ പറ്റുന്ന ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ പേരാണ്, എന്താണ് ആ പക്ഷിയുടെ പേര്? മൂങ്ങടോ. മൂങ്ങ കഴുത്ത് ഫുള്ള് തിരിക്കാൻ പറ്റുമ്പോൾ എച്ചാതി പശിലേ. ഞമ്മക്ക് തിരിക്കാൻ വേണ്ടി പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ? പറ്റൂല. അങ്ങ് പറ്റുമോ? കഴുത്ത് ഫുള്ളായിട്ട് പോകും. ഇങ്ങനെ സാധനം തിരിച്ചു ഇവിടം വരെ എത്തും. മൂന്നിങ്ങനെ റൊട്ടേറ്റ് 360 ഡിഗ്രിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. ആര്? മൂങ്ങ. മുടിയൊക്കെ അലമ്പാകുന്നുണ്ടല്ലോ. കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ഗായ്സ് എങ്ങനെ പുതിയ ലുക്ക്. അടുത്തത് ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഏറ്റവും ചെറിയ പക്ഷി ഏത്? മറ്റേ സാധനല്ലേ ഇങ്ങനെ ഹമ്മിങ് ബേർഡ് അല്ലേ? ഹമ്മിങ് ബേർഡ്. ഏറ്റവും ചെറിയ പക്ഷി ഏത്? ഹമ്മിങ് ബേർഡ്. ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷി ഏത്? അതേതാ? ഏറ്റവും വലിയ പക്ഷി. ഏറ്റവും വലിയ പക്ഷി ഏതാ? ഒട്ടകപ്പക്ഷി. അപ്പൊ അതിന്റെ മുട്ടയൊക്കെ ഏറ്റവും വലിയ മുട്ട. അതാണ് ഒട്ടകപ്പക്ഷിന്റെ മുട്ടയാണ് വലിയ മുട്ട. ആ മുട്ട എടുത്തിട്ട് ഓംലേറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ 100-100 ആൾക്ക് തിന്നാൻ പറ്റില്ലേ? 100 ആൾക്കൊക്കെ തിന്നാൻ പറ്റുണ്ടോ? വലുപ്പമുള്ള മുട്ടയായിരിക്കും. അടുത്ത് ഒട്ടകപ്പക്ഷിന്റെ മുട്ട. ഓക്കെ. അടുത്തത് ഭൂമിയിലെ ഏറ്റവും വലിയ 2ാമത്തെ പക്ഷിയാണ് എമു.
കൊത്താനൊക്കെ വരുമോ സാധനം? എമുന് അറിഞ്ഞൂടെ? ഒട്ടകപക്ഷിന്റെ മാതിരിയുള്ള വലിയൊരു പക്ഷിയില്ലേ എമു? അതാണ് എമു. ഓക്കെ, അതാണ് എമു അല്ല, അതന്നെ എമു. അടുത്തത് റെഡി. ഭൂമിയിലെ ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി, ഭൂമിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പക്ഷി എമു ആണ്. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷി എന്ന് പറയുന്നത് ഏതാണ്? അത് മറ്റേ സാധനം, എന്തെങ്കിലും പഠിച്ചതിന്റെ പേര്, ഫാൽക്കൺ ആണ്. ഏറ്റവും വേഗത്തിൽ പറക്കുന്ന പക്ഷിയാണ് ഏത്? ഫാൽക്കൺ. എന്താണ് അതിന്റെ പേര്? ഫാൽക്കൺ. ഓക്കെ. അതേപോലെ തന്നെ ഏറ്റവും വലിയ ചിറകുള്ള പക്ഷിയാണ് ഏത്? ആൽബട്രോസ്. അതിന്റെ പേരെന്താണ്? ആൽബട്രോസ് ആണ്. ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ഏതാണ്? ആൽബട്രോസ്. എന്താണ് അതിന്റെ പേര്? ആൽബട്രോസ് ഏറ്റവും വലിയ ചിറകുള്ള പക്ഷിയാണ് ആൽബട്രോസ്, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, റെഡി. ഇനി അടുത്തത് തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി. ഞങ്ങൾക്ക് അറിയോ തേനീച്ചക്കൂട്ടിൽ? നമ്മളെ പൊന്മാനില്ലേ, പൊന്മാന് അച്ചങ്ങായി പോയിട്ട് തേനീച്ചക്കൂട്ടിൽ മുട്ടയിടും. ഓൻ്റെ ഒരു സ്ഥിതി ആലോചിച്ചോക്കെ, തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുമ്പോൾ ഈ പൊന്മാന്റെ ബേക്കിൽ തേനീച്ച കുത്തൂലോളി, ചിന്തിക്കാൻ പോലും പോയി. ഡാർക്ക് തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന ചെങ്ങായിന്റെ പേരെന്താ? പൊന്മാൻ. ഓ ഗൈസ്, റെഡി. അടുത്തത് പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? പക്ഷികളുടെ രാജാവ് ആരാണ്? കഴുകനാണ്. കഴുകൻ കണ്ണുകളുമായിട്ട് നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് LSSന്റെ ചോദ്യ പേപ്പറുകൾ റെഡിയായിരിക്കുകയാണ്. പേടിയുണ്ടോ? എടാ ഇന്ന് കുറെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ മറ്റന്നാൾ ചോദ്യം കിട്ടുമ്പോൾ എടാ ഇതെന്താണെന്നറിയാം, കുറേ ചോദ്യങ്ങൾ ചെയ്ത് നോക്കണോ. എൻ്റെ മാതിരി കുറേ യൂട്യൂബിൽ കുറേ ചങ്ങായിമാർ ചോദ്യം കിട്ടുന്നുണ്ട്, അതൊക്കെ കേട്ട് നോക്കണം. കുറേ ചോദ്യങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ മറ്റന്നാൾ ചോദ്യ പേപ്പർ കാണുമ്പോൾ ഇത് മറ്റേ ചങ്ങായി, അത് യൂട്യൂബിൽ ചാടിക്കളിക്കുന്ന മറ്റേ ചങ്ങായില്ല, ആ ചങ്ങായി പറഞ്ഞ ചോദ്യം തന്നെയാണല്ലോ, വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും എന്നൊക്കെ പറഞ്ഞു ഒരു ആത്മവിശ്വാസം വരും നമുക്ക് കേട്ടോ. നമ്മൾ ആത്മവിശ്വാസം തകർന്നു പോകാൻ വേണ്ടി പാടില്ല. സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. അത് പരീക്ഷയുടെ അന്നോ പരീക്ഷയുടെ തലേന്നോ ആരെങ്കിലും എന്തെങ്കിലും ഒരു വാക്കുകൾ കൊണ്ടോ എന്തെങ്കിലും ഒരു പ്രവൃത്തികൾ കൊണ്ടോ നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് തകർന്നു പോകാൻ വേണ്ടി പാടില്ല. നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് ഒരിക്കലും തകർന്നു പോകാൻ വേണ്ടി പാടില്ല. നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ കൈകളിലായിരിക്കണം. നിങ്ങളുടെ സന്തോഷം എപ്പോഴും നിങ്ങളുടെ കൈകളിലായിരിക്കണം. നിങ്ങളുടെ സന്തോഷം നിങ്ങൾ മറ്റുള്ളവരുടെ കൈകളിൽ കൊടുത്താൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. എന്താ ഞാൻ പറയുന്നത് ഗൈസ്? ഞാൻ പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് നമുക്ക് കഴിയും, നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും. എനിക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാൻ വേണ്ടി കഴിയും. ഞാൻ അതിനു വേണ്ടി പഠിച്ചിട്ടുണ്ട്. എൻ്റെ തല അതിനു വേണ്ടി റെഡിയാണ്. എൻ്റെ കൈകൾ എഴുതാൻ വേണ്ടി റെഡിയാണ്. എൻ്റെ പെൻ അതിനു വേണ്ടി എഴുതാൻ റെഡിയാണ്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി അതെഴുതാൻ വേണ്ടി റെഡിയാണ് എന്ന് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ LSSന്റെ 10 മണിക്ക് 27-ാം തീയതി വരുന്ന 10 മണിക്ക് വരുന്ന ചോദ്യ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ദുഃഖമുണ്ടാവില്ല, വിഷമമുണ്ടാവില്ല. നിങ്ങൾക്ക് എന്താ ഉണ്ടാകുന്നത്? സന്തോഷാണോ ഉണ്ടാകുന്നത്? ആലോചിച്ച് നോക്ക്. LSS പരീക്ഷ എഴുതിയിട്ട് വിജയിച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന സന്തോഷം, നിങ്ങളുടെ പാരന്റ്സിന്, നിങ്ങളുടെ വാപ്പയ്ക്ക്, നിങ്ങളുടെ ഉമ്മയ്ക്ക്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ അച്ഛനുണ്ടാകുന്ന സന്തോഷത്തെ പറ്റി ആലോചിച്ച് നോക്ക്. എന്ത് ഹാപ്പി ആയിരിക്കും. അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, 4ാം ക്ലാസ്സിലെ മക്കളെ, നിങ്ങൾക്ക് അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എന്താ? ഈ LSS പരീക്ഷ വിജയിക്കുക എന്നുള്ളതാണ്. പോയി എഴുതിയിട്ട് വാടാ, എല്ലാം പോയി എഴുതിയിട്ട് ഉഷാറായിട്ട് പൊള്ളിച്ചടയ്ക്കുക. യെസ് ഗൈസ്, തേനീച്ചക്കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയുടെ പേരാണ് നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയോ കാട് കയറി പറയണേ, ഞാൻ എന്താ ചെയ്യാ? അതിൻ്റെ ഇടയിൽ എത്രയോ സമയം പോയി. ഓക്കെ, പൊന്മാനാണ്. റെഡി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? അത് നമ്മൾ പറഞ്ഞല്ലോ. എന്തേനു? കൈകനല്ലേ? കൈകൻ റെഡി. യെസ്. ഇനി ഇവിടെ കുറച്ച് കാര്യങ്ങൾ. മോയിൻകുട്ടി വൈദ്യർ എന്നറിയപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മോയിൻകുട്ടി വൈദ്യർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം മാപ്പിളപ്പാട്ട്. ചെന്തേറുന്നോളല്ലേ വാ അതായത് മോയിൻകുട്ടി വൈദ്യർ എന്ന് നിങ്ങൾ എവിടെ കേട്ടാലും, അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യ പേപ്പറിൽ എവിടെ കണ്ടാലും നിങ്ങളുടെ മനസ്സിലേക്ക് മാപ്പിളപ്പാട്ടിന് ഒരു രീതി ഉണ്ടല്ലോ
അല്ലേ? മാപ്പിളപ്പാട്ടിന്റെ രീതിയിൽ അല്ലെ? മോയിൻകുട്ടി വൈദ്യർ നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തണം. അത് ആരുടേതാണത്? മാപ്പിളക്കാട്ടിന്റെ മാപ്പിളപ്പാട്ടിന്റെ അല്ലേ? മാപ്പിളപ്പാട്ട്. അതുപോലെ തന്നെ എന്തൊക്കെ പാട്ടുകൾ നിങ്ങൾക്കറിയാം? നാട്ടൻ പാട്ട് അല്ലേ, താരാട്ട് പാട്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് പാട്ടുകളെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? യെസ് ഗൈസ്, ഇനി അടുത്തത് രാജാ രവിവർമ്മ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ ചിത്രകാരനാണ് രാജാ രവിവർമ്മയുടെ ആ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. ചിത്രകാരൻ രാജാ രവിവർമ്മ, ചിത്രകാരൻ ഇല്ലേ? അതേപോലെ തന്നെ മോയിൻകുട്ടി വൈദ്യർ, മാപ്പിളപ്പാട്ട്, രാജാ രവിവർമ്മ ചിത്രകാരൻ, സ്വാതി തിരുനാൾ എന്ന് പറഞ്ഞാൽ ഗർഭശ്രീമാൻ, ഇരയിമ്മൻ തമ്പി എന്ന് പറഞ്ഞാൽ അത് താരാട്ട് പാട്ട്. വാവോ വാവേ എന്നുമ്മകൾ സമ്മാനം എന്നല്ലേ? ഇരയിമ്മൻ തമ്പി എന്ന് പറഞ്ഞാൽ താരാട്ടുപാട്ടിന്റെ, കുഞ്ചൻ നമ്പ്യാർ എന്ന് പറഞ്ഞാൽ തുള്ളൽ പാട്ടാണ്. തുള്ളൽ പാട്ട്, കുഞ്ചൻ നമ്പ്യാർ അല്ലെ? തുള്ളലിലൂടെ നർമ്മത്തിലൂടെ എന്താണ് സമൂഹത്തിലെ തിന്മകളെ പറ്റി അവതരിപ്പിച്ചു. നർമ്മത്തിലൂടെ കുഞ്ചൻ നമ്പ്യാർ, തുള്ളലിലൂടെ തുള്ളൽ അല്ലെ? ഓക്കെ, ഇനി അടുത്തത് മാർഗംകളി ക്രൈസ്തവ വേഷം. മാർഗംകളി അത് ക്രൈസ്തവരുടെ ഒരു ആചാരാനുഷ്ഠാന കളിയാണ്. ക്രിസ്ത്യാനികളുടെ ക്രൈസ്തവ വേഷമായിരിക്കും മാർഗംകളിയിൽ. ദഫ്മുട്ടിലാണെങ്കിൽ അതെന്താണ്? അറബ് ബൈത്ത് ഗാനം, അറബികളുടെ, അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ? ഓരോ മതക്കാരുണ്ട് അല്ലെ? ഓരോ മതവുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ഓരോ ആചാരങ്ങളുണ്ട്, ഓരോ അനുഷ്ഠാനങ്ങളുണ്ട്, ഓരോരോ പാട്ടുകളുണ്ട്, ഓരോരോ കളികളുണ്ട് അല്ലെ? നമ്മളെ ദഫ്മുട്ട് അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ദഫ്മുട്ട് നല്ല തലയെക്കെട്ടും നല്ല വെള്ളയും ഒക്കെ ഇട്ടിട്ടുള്ള കുറെ ചെക്കന്മാരിലെ കളിക്കുന്നതാണ്, അല്ലെങ്കിൽ ആളുകൾ കളിക്കുന്നതാണ് ദഫ്മുട്ട്. മാർഗം കളി എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലുള്ള നമുക്ക് അവർ, അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കലകളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കലകളുടെ ചിത്രങ്ങൾ കണ്ടാൽ അത് ഏതാണ് കല എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി പറ്റണം. അപ്പൊ ചിത്രങ്ങൾ കണ്ടാൽ അത് ഏതാണെന്നറിയാം, ചിത്രങ്ങൾ നോക്കി പഠിക്കണം. ഓക്കെ, തെയ്യം, മുഖത്തെഴുത്ത്. തെയ്യത്തിന് എന്തുണ്ടാകും? മുഖത്തെഴുത്തുണ്ടാകും ഇല്ലേ? തെയ്യങ്ങളുടെ നാട് കണ്ണൂരാണ് അല്ലേ? അടുത്തത് കുമ്മാട്ടി. കുമ്മാട്ടിക്ക് പർപ്പടകപ്പുല്ലാണ്. കുമ്മാട്ടിക്ക് എന്താണ്? പർപ്പടകപ്പുല്ലൊക്കെ വെച്ചിട്ട് പാടയണി എന്നാണ് ഇവിടെ കൊടുത്തത്. തപ്പ് പ്രധാന വാദ്യമായി വരുന്ന ഒരു കലാരൂപം, അല്ലെങ്കിൽ പ്രാചീന കേരള കല. കേരളത്തിൽ പഠിച്ചോണേ, മറന്നു കേട്ടോ, സോറി ഗായ്സ്. അപ്പോൾ അതിൽ തപ്പ് പ്രധാന വാദ്യമായി വരുന്ന കലാരൂപം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി കൊടുക്കാം. അത് ഏതാണ്? പടയണിയാണ് ഗായ്സ്. പോവുകയാണ്. റെഡി? യെസ്. അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അടുത്ത പാഠം അല്ലെ? നിങ്ങളുടെ ആ ഒരുപാട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ കുമ്മാട്ടി, ചാക്യാർ കൂത്ത്, മാർഗംകളി, പടയണി, കൂടിയാട്ടം, ദഫ്മുട്ട്, ഇതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റണടാ? അത് എഴുതാൻ വേണ്ടി പറ്റണം, അല്ലെങ്കിൽ പെട്ടുപോകും നമ്മൾ. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക്. ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഭ്രമണം കൊണ്ട് അല്ലെ? ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. എന്ത്? രാവും പകലും. അതായത് ഭൂമിയുടെ ഭ്രമണം കാരണമാണ് ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്? ആ ഭൂമി ഭ്രമണം ചെയ്യുന്നില്ലെങ്കിൽ എന്തുണ്ടാവും? രാവും ഉണ്ടാവില്ല, പകലും ഉണ്ടാവും. ഏതാണോ സമയം ആ ഒരു സമയത്ത് ഇങ്ങനെ അവിടെ നിൽക്കുക. രാവും പകലും ഒന്നും ഉണ്ടാവില്ല. ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പോ ഭൂമിയിൽ രാവും പകലും ഉണ്ടാവാൻ കാരണം എന്താണ്? ഭൂമി ഭ്രമണം ചെയ്യുന്നത് കൊണ്ടാണ്. ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഭൂമിയുടെ ഭ്രമണം ഏത് ദിശയിലേക്കാണ്? പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ആരുടെ ഭ്രമണം എന്ന് പറയുന്നത്? നമ്മുടെ ഭൂമിച്ചേട്ടന്റെ ഭ്രമണം എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകാൻ കാരണം എന്താണ്? സൂര്യനെ ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണമാണ് അതിന് കാരണം. ചന്ദ്രന്റെ ഒരു വശം മാത്രം കാണാൻ കാരണമെന്ത്? ചന്ദ്രന്റെ ഒരു വശം മാത്രം
മാത്രം ചന്ദ്രന്റെ ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ സമയം ആയതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു വശം മാത്രം കാണാൻ കാരണം. അതായത് ചന്ദ്രന്റെയും അതേപോലെ തന്നെ നമ്മളുടെ ചന്ദ്രന്റെ ഭ്രമണത്തിനും പരിക്രമണത്തിനും ഒരേ സമയം ആയതുകൊണ്ടാണ്. ഇനി ഭൂമിയുടെ ഒരു പരിക്രമണത്തിന് വേണ്ടുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം 365 കോൾ ദിവസം, ഡേയ്സ് അല്ലേ. ഭൂമിയുടെ പരിക്രമണത്തിന് വേണ്ട സമയം അതാണ്. ഒരു ഭ്രമണത്തിന് വേണ്ട സമയം എന്ന് പറയുന്നത് 24 hours, മണിക്കൂർ അല്ലേ. നമുക്കറിയുന്നതാണ് അല്ലേ, നമുക്കറിയണം. യെസ്. ഇനി ഈ ഒരു സംഭവം ഭൂമിക്ക് നേരെ വരുന്ന ഭാഗം ഇരുണ്ടല്ലേ കാണുന്നത്. സൂര്യപ്രകാശം പതിക്കാത്ത ചന്ദ്രന്റെ ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോൾ ചന്ദ്രൻ തീരെ കാണാൻ കഴിയില്ല. ഈ ദിവസമാണ് അമാവാസി. കറുത്ത വാവ് എന്താണ് കറുത്ത വാവ്? അതേപോലെ തന്നെ വെളുത്ത വാവ് എന്താണ്? ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഇങ്ങനെ തന്നെ വരച്ച് പഠിക്കണം. അമാവാസി ഇതെന്താണ്, ഇത് വരച്ച് പഠിക്കണം. അതേപോലെ തന്നെ ഈ സംഭവം പൗർണമി, ഇതും വരച്ച് പഠിക്കണം. രണ്ടും വരച്ച് പഠിക്കണം. ചിലപ്പം വരും പരീക്ഷയ്ക്ക്, ചിലപ്പല്ല LSS പരീക്ഷയ്ക്ക് ചിലപ്പോൾ 100%, ചിലപ്പോൾ 2025 പരീക്ഷ പേപ്പറിൽ ചിലപ്പോൾ ഈ ചോദ്യം വരാം. ഈ ചോദ്യം വരാം. യെസ് ഗൈസ്, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത ചോദ്യം, വ്യാഴവട്ടം എത്ര ഭൗമവർഷമാണ്? വ്യാഴവട്ടം എന്ന് പറയുന്നത് എത്ര ഭൗമവർഷമാണ്? 12 ഭൗമവർഷമാണ് ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത്. എന്താണ്? 12 വർഷത്തിനാണ് 12 വർഷം. അതായത് വ്യാഴവട്ടം എന്ന് പറയുന്നത് എത്ര ഭൗമവർഷമാണ്? 12 വർഷമാണ് കേട്ടോ. റെഡി. ഇനി അടുത്ത നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? അതായത് നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം എന്ന് പറയുന്നത് നമ്മളുടെ സ്വന്തം ഭൂമിച്ചേട്ടനെയാണ് എന്ത് നീലഗ്രഹം എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം, പച്ചഗ്രഹം അല്ലെങ്കിൽ ഹരിതഗ്രഹം ഏത് എന്നുള്ളതാണ്. പച്ചഗ്രഹം അല്ലെങ്കിൽ ഹരിതഗ്രഹം അത് ഏതാണെന്ന് അറിയോ മക്കളെ? പച്ചഗ്രഹം അല്ലെങ്കിൽ ഹരിതഗ്രഹം അത് യുറാനസ് ആണ്. യുറാനസ്. പച്ചഗ്രഹം അല്ലെങ്കിൽ ഹരിതഗ്രഹം എന്ന് പറയുന്നത് യുറാനസ് ആണ്. ഇനി ചുവന്ന ഗ്രഹം, ഇതിപ്പോ എല്ലാവർക്കും അറിയുന്ന ചുവന്ന ഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതി കൊടുക്കാം. അത് ഏതാണ്? ചുവന്ന ഗ്രഹം അല്ലെങ്കിൽ തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അത് ചൊവ്വയാണ്. ഏറ്റവും ദൈർഘ്യം കൂടിയ വർഷമുള്ള ഗ്രഹം എന്ന് പറയുന്നത് അത് നെപ്റ്റ്യൂൺ ആണ്. ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹം എന്ന് പറയുന്നത് അത് മറ്റേ സംഭവം ഏത്? ബുധൻ. ഓക്കെ, റെഡി. യെസ്. ഇനി അടുത്ത 4ാം തരത്തിലെ കുട്ടികൾ ക്ലാസ്സിൽ ഉണ്ടാക്കിയ ബലൂൺ ബോട്ട് പ്രവർത്തിക്കുകയാണ്. ബോട്ട് സഞ്ചരിക്കുന്ന ദിശയുടെ പ്രത്യേകത എന്താണ് ഇതിന് കാരണം? മക്കളെ, ഒരു പരീക്ഷണം എന്തായാലും എഴുതാനുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പരീക്ഷണങ്ങളും പരീക്ഷണ കുറിപ്പുകളും നമ്മൾ പഠിക്കുന്നുണ്ട് ഇല്ലേ? പഠിക്കുന്നില്ലേ? അപ്പൊ എന്തായാലും ഒരു പരീക്ഷണം നമുക്ക് എന്തായാലും മറ്റേ റോക്കറ്റിന്റെ ബലൂണോ അല്ലെങ്കിൽ നമ്മളുടെ വെള്ളത്തിന്റെ മറ്റേ വെള്ളം ഇങ്ങനെ ഒരു സാധനത്തിന് മുകളിലേക്ക് ഇങ്ങനെ വെള്ളത്തിന്റെ പവർ കൊണ്ട് ഇങ്ങനെ സാധനം കറങ്ങുന്നില്ലേ, ആ സംഭവം, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ പരീക്ഷണം അല്ലെ, അല്ലെങ്കിൽ അടുത്തതാ ഇവിടെ ഒരു പരീക്ഷണം പറയുന്നുണ്ട് ഈ ഒരു സംഭവം, അല്ലെങ്കിൽ ഇതാ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു സംഭവം, ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളും പരീക്ഷണ കുറിപ്പുകളും നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും? നമുക്ക് എഴുതാനുണ്ടാവും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഒരു പരീക്ഷണത്തിനെ പറ്റിയിട്ട് എന്തായാലും നിങ്ങളോട് ചോദിച്ചിരിക്കും. അത് ചോദിക്കാണ്ട് പോവില്ല. ഒരു പരീക്ഷണം എന്തായാലും നിങ്ങളോട് ചോദിച്ചിരിക്കും. ആ ഉറപ്പുള്ള കാര്യം. അത് ഉറപ്പാ. പരീക്ഷണം എന്തായാലും ചോദിച്ചിരിക്കും. പരീക്ഷണം ചോദിക്കാണ്ട് ഒരു ചോദ്യം പോകില്ല. റെഡി. ഇനി നമുക്ക് അടുത്തൊരു പാഠം ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ടാണ്. അപ്പൊ ബോധക്ഷയമൊക്കെ വന്നാൽ എന്താതൊക്കെ വെറുതെ നോക്കി വെക്കുക അല്ലെ. ഓകത്ത് വെള്ളം തളിക്കുക, ഉളുക്കാണെങ്കിൽ ഒളുക്കിയ ഭാഗം അനക്കാതെ വെക്കുക, വൈദ്യുതാഘാതം ഏറ്റാല് ഗുണമേന്മയുള്ള വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുക, നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഇടരുത്, വൈദ്യുതമേറ്റ സ്വിച്ച് ഓഫ് ആക്കുക, ഉണങ്ങിയ കമ്പോ റബ്ബർ വസ്തുക്കൾ ഉപയോഗിച്ച് ബന്ധം വിച്ഛേദിക്കുക അല്ലെ, ഐസ് ബാഗ് തയ്യാറാക്കി വെക്കുക, ശുദ്ധമായി കിട്ടാൻ സൗകര്യം വെക്കുക, വിശ്രമിക്കാൻ അനുവദിക്കുക അല്ലെ. സംഭവം നമുക്കറിയാം. ഫസ്റ്റ് എയ്ഡ് അല്ലെ, ഒരു മനുഷ്യനെ അതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇപ്പം അടുത്ത് നിങ്ങൾ കണ്ടില്ലടോ. പിന്നെ നമ്മളെ ഈ JRC കുട്ടികൾ കണ്ണൂർ തലശ്ശേരി എങ്ങാനുള്ള അല്ലേ, JRC കുട്ടികൾ ഒരാളുടെ ജീവൻ രക്ഷിച്ച് ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട്, അതായത് ഹാർട്ട് അറ്റാക്ക് വന്ന സമയത്ത് അവർ ഇത് കൊടുത്തതാണ്. ഈ സാധനത്തിൻ്റെ പേര് എന്നോട് മറന്നു, എന്തേലും പറയുക പഠിച്ചോനെ. അതായത് ഈ നെഞ്ഞിങ്ങനെ ഞെക്കി കൊടുക്കുന്ന പരിപാടിയില്ല, അതിനെന്തോ ഒരു പേര് പറയും, നിങ്ങൾക്ക് അറിയണ്ടാവില്ല. ഇപ്പം എന്നോട് മറന്നു കേട്ടോ ഗൈസ്, മറന്നുപോയി. CPR ആ സാധനം കൊടുത്തിട്ട് എന്താ പറയാ, അതായത് മരിച്ചെന്ന് വിചാരിച്ച ആള് ജയിച്ചു വന്നിക്കുക ഇല്ലേ. അതായത് ഫസ്റ്റ് എയ്ഡ് ഈ സംഭവമൊക്കെ നമുക്ക് ഇതൊക്കെ നമ്മൾ പഠിക്കുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കാണാപ്പാടം പഠിക്കാനല്ല. അതൊന്നും കാണാപ്പാടം പഠിക്കാനല്ല.
ഇതൊക്കെ എന്തിനാ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ കൂടിയിട്ട്. നമുക്ക് ഒരാൾക്കൊരു ബോധക്ഷയം വന്നാൽ, നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് ഒക്കെ ബോധക്ഷയം വന്നാൽ, അല്ലെങ്കിൽ ഉളുക്കി അല്ലെങ്കിൽ ആർക്കെങ്കിലും ഷോക്ക് അടിച്ചാൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ പഠിക്കുന്ന കാര്യങ്ങളാണ്. യെസ്, ഇനി അടുത്തത് ഇങ്ങനെയുള്ള ചിത്രങ്ങൾ തന്നിട്ട് നിങ്ങളോട് ഇത് ആർക്ക് ചെയ്യാൻ വേണ്ടി പറയും അല്ലേ. ഇത് കണ്ടാൽ ഇത് റെയിൽവേ ആണ്, റോഡാണ്, നെൽകൃഷിയാണ്, സ്കൂളാണ്, നദിയാണ്, വിനോദസഞ്ചാര കേന്ദ്രമാണ്, വാർഡാണ്, അതിരുകളാണ്. ഇത് നമുക്ക് മനസ്സിലാണോ? ഇങ്ങനെ ഈ സാധനം തന്നാൽ തെക്ക് ഭാഗത്ത് അല്ലേ ഇങ്ങനെ സംഭവം തന്നിട്ട് അല്ലേ ന്യൂസ് അല്ലേ, അതായത് ന്യൂസ് ഇതെന്താ ന്യൂസ് എന്താ നമ്മുടെ ഈ സംഭവം തന്നെ അല്ലേ. നോർത്ത് ഈ ന്യൂസ് എന്താ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇതാണ് ഈ ന്യൂസ്. അതിൻ്റെ ആദ്യത്തെ ന്യൂസ് ഞാനൊരു സംഭവം തന്നെ അല്ലേ. അപ്പോൾ തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ്, മറ്റേ വടക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോടാ, ആ സംഭവം തെറ്റിപ്പോർത്ത് അത് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവണം. വേണ്ടേ ഗായ്സ് ഒരൊറ്റ മെസ്സേജ് അയച്ചോട്ടെ, ഒരു മിനിറ്റ്. യെസ് ഗായ്സ്, യെസ്. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താ, അപ്പോൾ ഈ സംഭവം അല്ലേ, ഈ സംഭവം നമുക്ക് ഓർമ്മ വേണം. നമ്മൾ പറഞ്ഞ സംഭവം അല്ലേ, ഈ സംഭവം എന്താ വടക്ക് അല്ലെങ്കിൽ തെക്ക്, ഇവിടെയോ പടിഞ്ഞാറ്, ഇവിടെയോ കിഴക്ക് അല്ലേ. സംഭവമൊക്കെ നമുക്ക് ഓർമ്മ വേണം ഗായ്സ്. റെഡി, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 27-ാം തീയതി വരുന്ന പരീക്ഷ, LSSന്റെ പരീക്ഷ എന്ന് പറയുന്ന പരീക്ഷ, പബ്ലിക് എക്സാം എന്ന് പറയുന്ന പരീക്ഷ, ആ പരീക്ഷ പോയിട്ട് അടിപൊളിയായിട്ട് ഉഷാറായിട്ട് എഴുതി വാടാ മക്കളെ. നിങ്ങൾ ഇത്രയും കാലം പഠിച്ചിരിക്കുന്ന നിങ്ങളുടെ ടെൻഷൻ ഇനി നിങ്ങളോട് ഇങ്ങനെ ബാക്കിൽ വന്നിട്ട് ഒരാൾ പറയൂല പഠിക്കീ LSS അല്ലേ, മറ്റന്നാൾ LSS അല്ലേ, അല്ലെ നാളെ LSS വാങ്ങണ്ടേ, LSS നേടണ്ടേ, അതിന് വേണ്ടിയിട്ട് അത് ക്ലാസ്, നൈറ്റ് ക്ലാസ്, മറ്റേത് മറിച്ചേത്, ചൊറ, എഴുത്ത്, കുത്ത്, ബാഗ്, ബുക്ക് എല്ലാം ഒഴിവാക്കാനുള്ള സമയമായി. മറ്റന്നാൾ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ, 27-ാം തീയതി എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ, നമ്മൾ അന്ന് വലിച്ചെറിയും എല്ലാ സാധനവും. വലിച്ചെറിയണ്ട, ബുക്കൊന്നും വലിച്ചെറിയണ്ട. പബ്ലിക് എക്സാം, മറ്റേ ഒരു വാർഷിക പരീക്ഷ കൂടി വരാനുണ്ട്. കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ തൂക്കി കൊടുക്കാം. ഓക്കെ, യെസ് ഗൈസ്. അപ്പൊ അതുവരെ അവിടെ വെച്ചോളൂ. യെസ്, അപ്പോ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടി, നിങ്ങളുടെ മനസ്സിലുള്ള പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസത്തോടു കൂടി, ഈ കൈ ഇങ്ങനെ കൂടുതൽ ചുരുക്കാൻ വേണ്ടി പറ്റൂല. ഇവിടെ 2 സ്റ്റിച്ച് ഉണ്ട്. ഗ്ലാസ് കൊണ്ട് കൈ മുറിഞ്ഞതാണ് ഗൈസ്. ഓക്കെ, അതൊക്കെ ഇവിടെ. യെസ് ഗൈസ്, അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് മക്കളെ, പ്രിയപ്പെട്ട ചക്കര മക്കളെ, ഒന്ന് പോയിട്ട് എഴുതടാ പരീക്ഷ, ഒന്ന് പോയിട്ട് എഴുത് പരീക്ഷ. നിങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ വിഷമങ്ങളും, നിങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ ആഗ്രഹങ്ങളും, നിങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ പ്രതീക്ഷകളും, നിങ്ങളുടെ മനസ്സിലുള്ള മുഴുവൻ സന്തോഷങ്ങളും നിങ്ങൾ പേപ്പറിലേക്ക് പകർത്തി എഴുത്. എല്ലാം വരട്ടെ പേപ്പറിലേക്ക്, എല്ലാം വരട്ടെ. നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ, ഒരൊറ്റ കാര്യം, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന, നിങ്ങൾക്ക് വേണ്ടിയിട്ട് രാവന്തിയോളം പണിയെടുക്കുന്ന നിങ്ങളുടെ വാപ്പ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ ഉമ്മ, അവരെ മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അവർക്കുണ്ടാകുന്ന സന്തോഷം, അവർക്കുണ്ടാകുന്ന ഹാപ്പിനെസ്, നമ്മുടെ പാരൻസിനുണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ് എൻ്റെ മക്കൾ ആലോചിക്കുക. അവരുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷത്തിനെ പറ്റിയിട്ട് നിങ്ങൾ ആലോചിക്കുക. പോയിട്ട് എഴുത്. അവരാടെ ഉണ്ടാകുക നമുക്ക് നമ്മുടെ പാരൻസ് പ്യുവറായിട്ട് നമുക്ക് സ്നേഹം തരുന്നവർ, പ്രിയവരായിട്ട് നമ്മളുടെ സ്നേഹിക്കുന്നവർ, നമ്മളെ കരുതുന്നവർ, നമ്മുടെ കെയർ ചെയ്യുന്നവർ, നമ്മുടെ കൊണ്ട് നടക്കുന്നവർ, നമുക്ക് ആഹാരം തരുന്നവർ, നമ്മളെ പോറ്റുന്നവർ, നമ്മളെ വളർത്തുന്നവർ, നമ്മുടെ ഓരോ വിജയത്തിന് പിന്നിലും താങ്ങായി തണലായി, ഇനി തളർന്നു പോയാൽ താങ്ങായി തണലായി നമ്മുടെ കൂടെ ഉണ്ടാകുന്നവർ ആരാടാ? നമ്മുടെ പാരൻസ് ആടാ, നമ്മുടെ അമ്മയാടോ, അച്ഛനാടോ, ഉമ്മയാടോ, ഉപ്പയാടോ നമ്മുടെ കൂടെ ഉണ്ടാകുന്നത്. അവർക്ക് വേണ്ടിയിട്ടെങ്കിലും പോയി പട്ടപ്പൊരുതിയിട്ട് പരീക്ഷ എഴുതിയിട്ട് വാടാ. ഒരുത്തരും ഒരു പേടിയും പേടിക്കേണ്ട. LSS എന്തോ ആയിട്ടാവില്ല, ചക്കയൊന്നും അല്ല. നിങ്ങൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ പോയിട്ട് സെറ്റായിട്ട് പോയിട്ട് എഴുതിയിട്ട് വാ. നിങ്ങൾക്ക് ഫുൾ മാർക്ക്. ഞാൻ
എപ്പോഴും എൻ്റെ മക്കളോട് പറയാനുള്ളത്, ജയിക്കാനുള്ള മാർക്ക് അല്ലടോ ഞമ്മക്ക് മാണ്ടിയത്. ഞമ്മക്ക് എന്ത് മാർക്കാണ് ഞമ്മക്ക് മാണ്ടിയത്? നമ്മൾ എങ്ങനെയാ പറയാ, കോഴിക്കോട്ടുകാരെങ്ങനെയാ പറയാ, ഞമ്മക്ക് എന്ത് മാർക്കാണ് ഞമ്മക്ക് വേണ്ടത്? ജയിക്കാനുള്ള സാധനമല്ല ഒരു ഉണ്ടയും ഒരു തേങ്ങയും ഞമ്മക്ക് വേണ്ട. ഞമ്മക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള പഠനം, ആ പഠനം, ആ എഴുത്ത്, അതാണ് നമുക്ക് വേണ്ടത്. അത് പോയിട്ട് എഴുതിയിട്ട് കാണിച്ചു കൊടുക്കടാ നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ അയൽവാസികൾക്ക്, നിങ്ങളുടെ ടീച്ചേഴ്സിന്, നിങ്ങളുടെ പാരൻസിന്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക. എന്നെ കൊണ്ട് പറ്റും, ഞാൻ ഇത് എഴുതും, ഞാൻ ഇത് വാങ്ങിയിരിക്കും, LSS ഞാൻ നേടിയിരിക്കും. LSS എഴുതിയിട്ട് വിജയിച്ചിട്ട് എൻ്റെ ഫോട്ടോ സ്കൂളിന്റെ ഗേറ്റിന്റെ മുകളിൽ തൂങ്ങുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും. ഇല്ലേ? കാണിച്ചു കൊടുക്കൂലേ? പോയി എഴുതടാ, ഉഷാറാക്കിട്ട് എഴുതടാ. ഓൾ ദ ബെസ്റ്റ് ഗായ്സ്, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ ജയിച്ചിരിക്കും ഗായ്സ്, നിങ്ങൾ ജയിച്ചിരിക്കും. നിങ്ങൾ ഉഷാറായിട്ട് പോയിട്ട് എഴുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ വീഡിയോ ഇതുവരെ കാണാത്തവര് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഗായ്സ്. ഗോ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഒരു ലൈക്ക് ബട്ടൺ അമർത്തി കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇപ്പൊ തന്നെ നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഉഷാറാക്കിയിട്ട് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് LSS എന്ന് പറയുന്ന ആ ഒരു സംഭവം നേടിയിട്ട് വാ. ബാക്കി നമുക്ക് പാക്കണം ഗൈസ്, പാക്കണം. പോയിട്ട് വേണം ബാക്കി പരീക്ഷ ഉഷാറാക്കി.